ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. തലസ്ഥാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. സുനിഷ ഏല്ലൂർ ചേരുന്നു ആറ്റുകാലിൽ നിന്ന്. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആറ്റുകാൽ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട ഒഴുക്ക് ഇന്ന് രാവിലെ മുതലുണ്ടാവും. സംസ്ഥാനത്തിലെ പലയിടങ്ങളിൽ നിന്നും ആറ്റുകാലിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്താൻ പോവുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായോ? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭക്തജനങ്ങളുടെ ഒഴുക്ക് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണിച്ചു തരാം. അത്രയധികം അഭൂതപൂർവമായ ഒരു തിരക്കാണ് നിലവിൽ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത് എന്നതാണ്. വലിയ ക്യൂ ആണ് നമ്മൾ ഈ റോഡിലേക്ക്, അതായത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ആറ്റുകാൽ മുറ്റത്തൊക്കെ തന്നെയും ഇങ്ങനെ ക്യൂ ആയി നിൽക്കുകയാണ് എന്നുള്ളതാണ്. അത്രയധികം ഭക്തർ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ് അരുൺ. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നടത്തുന്നുമുണ്ട്. നിരവധി പോലീസ്, വനിതാ പോലീസ് ഉൾപ്പെടെ നിരവധി പോലീസ് വിന്യാസം ഇവിടെയൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. ഏതായാലും ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഇതേ രീതിയിലുള്ള തിരക്കാണെങ്കിൽ ഇവർ പറയുന്നത് നാളെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന ആളുകൾ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെ എത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിന്റെ 3 ഇരട്ടി തിരക്ക് നാളെ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന് അരുൺ, ഇത്തവണ ആറ്റുകാൽ പൊങ്കാല ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടക്കുന്നത്. അത്തരത്തിൽ, അതായത് സാധാരണ രീതിയിൽ നമ്മൾ നിവേദ്യം തയ്യാറാക്കാനുള്ള അരിയൊക്കെയും ഈ പ്ലാസ്റ്റിക് സഞ്ചിയിലൊക്കെ കൊണ്ടുവരുന്ന കാഴ്ച കാണാറുണ്ട്. പക്ഷേ ഇത്തവണ അത് പാടില്ല എന്നതാണ് കർശനമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പൂർണ്ണമായും നമ്മൾ ആറ്റുകാൽ ഈ പൊങ്കാല കാലത്തിലൊക്കെ തന്നെയും കൊണ്ടുവരുന്ന ഇതിലേക്ക് മാറ്റണം. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇവിടെ നിരവധി ആളുകൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ചേച്ചി എവിടെ നിന്ന് വരികയാണ്? ഞങ്ങൾ വയ്ക്കാം. രാവിലെ എത്തിയോ? രാവിലെ എത്തി. 5 മണിയായപ്പോൾ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയതാ. 5 മണിക്ക് ക്യൂ നിൽക്കുകയാണ്. വലിയ തിരക്കാ. സാധാരണ പൊങ്കാലയ്ക്ക് വരുന്ന ആളാണ്. 3-4 വർഷമായിട്ട് വരുന്നതാ. ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ചേച്ചി എവിടെ നിന്ന് വരിക? കോഴിക്കോട്. രാവിലെ എത്തിയായിരിക്കും അല്ലേ? 5 മണി. 5 മണി തൊട്ട് ക്യൂ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണോ ചേച്ചി പൊങ്കാലയിൽ? അതിനിങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ മുതൽ എത്തുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ആദ്യമായി പൊങ്കാല ഇടാനൊക്കെ എത്തുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഈ തിരുവനന്തപുരത്ത് ബസ് ഇറങ്ങിയാലോ ട്രെയിൻ ഇറങ്ങിയാലോ നിരവധി KSRTC സർവീസുകൾ ചെയിൻ സർവീസായി തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനുള്ള സംവിധാനങ്ങൾ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഈ ഗതാഗത നിയന്ത്രണമാണ്. ഇന്ന് ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ വണ്ടി എടുത്തൊക്കെ തന്നെയും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണമാണ്. ഏതൊക്കെ വഴി പോകാം, എവിടെയൊക്കെ പാർക്ക് ചെയ്യാം എന്നതൊക്കെ തന്നെയും കൃത്യമായ നിർദ്ദേശമായി ഞാനൊന്ന് തിരിച്ചു വരാം. ഞാൻ ആ വലിയ തിരക്ക് കാണുമ്പോഴേ നമുക്ക് ഒരു ദൃശ്യം ഞാൻ പ്രേക്ഷകരെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആറ്റുകാലിൽ സംഭവിച്ച ഒരു ദൃശ്യമാണ്. വലിയ തിരക്കാണ് ഇപ്പോഴും ഈ ആറ്റുകാലിൽ കാണുന്നത്, അല്ലേ? അപ്പോൾ ഈ ദൃശ്യം കാണുന്ന സമയത്ത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ ഒരു ദൃശ്യം കൂടി നമ്മൾ കാണിക്കുന്നു. 2 ദിവസം മുമ്പ് സംഭവിച്ചതാണ്. ഇതേപോലെ തിരക്കുണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ആറ്റുകാലിൽ ആ വീഡിയോ വാളിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യം ഉണ്ടല്ലോ, നമുക്കത് ഫുൾ ഫ്രെയിമിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒരു കുഞ്ഞിൻ്റെ കാലിൽ കിടക്കുന്ന കൊലുസ് പാദസ്വരം മോഷ്ടിക്കുന്നതാണ് കാണുന്നത്. ഈ തിരക്കിനിടയിൽ ഇതേപോലെ വലിയ തിരക്കുണ്ടായിരുന്ന ആറ്റുകാൽ അമ്പലത്തിൻ്റെ മുൻപിൽ വെച്ച് ഭഗവതി ക്ഷേത്രത്തിനുള്ളിലെ ദർശനത്തിരക്കിനിടയിൽ കുഞ്ഞിൻ്റെ സ്വർണ്ണക്കൊലുസ് കവർന്ന ഒരു മോഷ്ടാവിൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇയാളുടെ പേര് സുരേഷ് ബാബു എന്നാണ്. പത്തനംതിട്ടയിലെ തലവൂർ സ്വദേശിയാണ് ഇദ്ദേഹം വന്ന് ദർശനത്തിന് വന്നു എന്ന വ്യാജേന ഈ ഭക്തജനങ്ങൾ ഈ തിരക്കിട്ട് നിൽക്കുന്ന സമയത്ത് അതിന് കൂടെ വന്ന് കൊച്ചിൻ്റെ കാലിലെ സ്വർണ്ണക്കൊലുസ് എടുത്ത് അഴിച്ചുകൊണ്ട് പോയ സമയത്ത് പുള്ളിക്ക് മനസ്സിലായി സംഭവം പണി വാളി. മുകളിലിരുന്ന് എല്ലാവരും ഒരാൾ കാണുന്നുണ്ട് എന്ന് പുള്ളിക്ക് ഉറപ്പായി. മുകളിലോട്ട് നോക്കിയപ്പോൾ ഇടത് സൈഡിൽ മിഴിവാർന്ന നമ്മുടെ CCTV ഉണ്ടായിരുന്നു. ആ CCTV പിടിച്ചു. പക്ഷേ എന്നാലും ആ പോലീസ് തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന ചന്ദനം എടുത്ത് നെറ്റിയിലേക്ക് അണിഞ്ഞിട്ട് പുള്ളി തിരക്കിനിടയിലൂടെ ഓടി പോകുന്ന ദൃശ്യങ്ങളൊക്കെ പിന്നീട് CCTVയിൽ പതിയുകയും പോലീസ് കൈയോടെ പിടികൂടുകയും ചെയ്തു. സുരേഷ് ബാബുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. CCTVയിൽ എല്ലാം പതിച്ചു. ഇതാ നോക്കൂ, മോഷ്ടിക്കുന്ന രീതി. കൊച്ചിൻ്റെ കാലിൽ നിന്ന് ആരും അറിയാതെ നൈസായിട്ട് പോലീസ് ഈ സുരേഷ് ബാബു ഇങ്ങനെ അടിച്ചു മാറ്റി. എന്നിട്ട് നോക്കി, അയ്യോ പണി വാളി.
CCTV കണ്ടു എന്ന് പുള്ളിക്ക് മനസ്സിലായി. പക്ഷേ പുള്ളി അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. പെട്ടെന്ന് വന്ന് ചന്ദനമൊക്കെ എടുത്ത് നെറ്റിയിൽ അണിഞ്ഞു എന്ന വ്യാജേന പുറത്തേക്ക് പോയി. വളരെ പെട്ടെന്ന് പോലീസ് സുരേഷ് ബാബുവിനെ പൊക്കുകയും ചെയ്തു. അപ്പോൾ പ്രത്യേകം ഞാനിത് ദൃശ്യങ്ങൾ കൊടുത്തത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സുനിഷയിലേക്ക് തിരിച്ചു വരാം. സുനിഷ, അവിടെ പോലീസിൻ്റെ വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. CCTV വെച്ച് പൂർണ്ണമായിട്ടും സുരക്ഷിതമാണ് ഈ ഇടം. പക്ഷേ എങ്കിലും ആ തിരക്കിനിടയിൽ സ്വർണ്ണവും മാലയൊക്കെ സൂക്ഷിക്കണം ഭക്തജനങ്ങൾ എന്നാണ് നമുക്കും പറയാനുള്ളത്, അല്ലേ സുനിഷ? അരുൺ, അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു കുഞ്ഞിന്റെ കൊലുസ് മോഷ്ടിക്കുന്നത് കണ്ടു. അതേ തരത്തിലുള്ള മോഷണങ്ങൾ പതിവാകുന്നു. കാരണം ആളുകൾ കൂടുന്നതാണ്. പലപ്പോഴും ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് തിരക്കിനിടയിൽ ആളുകൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതാണ്. ഇതിനിടയിൽ എന്തെങ്കിലും മോഷണം പോയാൽ പോലും നമ്മളുടെ ശ്രദ്ധയിൽ അത് ആദ്യം പെടില്ല എന്നത് തന്നെയാണ്. പിന്നീട് നോക്കുമ്പോഴാണ് പലപ്പോഴും മാലയില്ല, വളയില്ല എന്നതൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഈ വിഷയം പോലീസിന്റെ അടുത്തേക്കും എത്തുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി കയ്യിലുള്ള ആഭരണങ്ങൾ അത് സംരക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ ചെയ്തൊരു കാര്യം അരുൺ, ഈ സേഫ്റ്റി പിൻ നൽകിക്കൊണ്ട് ഇവരോട് ഈ മാലയൊക്കെയാണ് പ്രധാനമായും ഇങ്ങനെ മോഷണം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ മാല വസ്ത്രത്തോട് ചേർത്ത് പിൻ ചെയ്ത് വെക്കാൻ സന്നദ്ധത കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സേഫ്റ്റി പിൻ നൽകുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ പോയിരുന്നു. കാരണം വലിയ തിരക്കാണ്. ആർക്കും ആരെയും എപ്പോഴും നിയന്ത്രിക്കാൻ ഈ പറയുന്നത് പോലെ പല CCTVയും ഉണ്ട്. പക്ഷേ ഈ CCTV ക്യാമറകളിൽ എല്ലാം പതിയണമെന്നോ അല്ലെങ്കിൽ ഇത്രയധികം തിരക്കിനിടയിൽ അത് ശ്രദ്ധയിൽപ്പെടണമെന്നോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും പറയുന്നുണ്ട് എന്നതാണ്. പോലീസ് പറയുന്നത് നിരവധി പേരിങ്ങനെ കാണാതായി, മോഷണം പോയി എന്ന് പറഞ്ഞ് പരാതി വരുമ്പോൾ അവർ പറയുന്നതും അങ്ങനെയാണ്. പൊതുവെ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അധികം ആഭരണങ്ങൾ ഇടാതെ വരിക എന്നുള്ളൊരു നിർദ്ദേശം കൂടി പറയുന്നുണ്ട്. കാരണം വലിയ ബുദ്ധിമുട്ടാണ് ഇതിനിടയിൽ ആളെ കണ്ടെത്തുക എന്നുള്ളത് കൂടി. ആ CCTV ദൃശ്യത്തിൽ പതിഞ്ഞതുകൊണ്ട് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ അവിടെ ഭക്തജന തിരക്കെന്ന് പറഞ്ഞാൽ ഒരു കടലായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭക്തജനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറ്റുകാലിൽ പോകുന്ന ആളുകൾ അവിടെ വലിയ തിരക്കായിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും തിരക്കുള്ള സ്ഥലത്ത് ഇതേപോലെയുള്ള കള്ളന്മാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കള്ളന്മാരവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്വർണ്ണമൊന്നും ഒരുപാട് ഇട്ട് പോകരുത്. ഇനി ചില മുക്കുകൊണ്ടൊക്കെ ഇട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. അമ്പലത്തിലേക്ക് പോകുമല്ലേ, അപ്പോൾ അവിടെ പോയി നമ്മൾ നേരെ കാണാൻ പോകുന്നു. നമുക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണം കൂടി ദേവി ഇട്ടിട്ടുണ്ട് എന്ന് കരുതിയാൽ മതി. അപ്പം ഒരു കാരണവശാലും ഒരുപാട് സ്വർണ്ണമൊന്നും അണിഞ്ഞ് ആറ്റുകാലിലേക്ക് പോകരുത് വലിയ തിരക്കിനിടയിൽ. പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനം നടത്താൻ പോകുന്നുണ്ടെങ്കിൽ വലിയ തിരക്കാണ് ആ ഭാഗത്ത്. അവിടെ ക്രമീകരണങ്ങളൊക്കെ പരമാവധി ആറ്റുകാൽ ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. CCTV ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും പോയത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ പുരുഷന്മാർ മാത്രമല്ല, ഇപ്പോൾ പിടിച്ചതൊരു പുരുഷനെയാണ്. പക്ഷേ സ്ത്രീകളടക്കം ഇതേപോലെ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട ചിലരെങ്കിലും ഈ സമയമാകുമ്പോൾ ആറ്റുകാൽ സീസൺ ആകുന്ന സമയത്ത് ഇറങ്ങുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് ഇനി മാലയൊന്നും ഊരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അത് ഈ പറയുന്ന സാരിയോട് ചേർത്ത് പിൻ ചെയ്ത് ഒക്കെ നിങ്ങൾ ഭദ്രമായി പോവുക. തിരിച്ചു വരുമ്പോൾ വലിയ സങ്കടം ഉണ്ടാവരുത്. വലിയ സന്തോഷത്തോടു കൂടിയുള്ള നിങ്ങളുടെ യാത്ര സന്തോഷകരമായി തന്നെ അവസാനിക്കണം. അപ്പോൾ മാത്രവുമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആറ്റുകാലിൽ പൊങ്കാലയിടാൻ പോകുന്ന ഭക്തജനങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ കുടിവെള്ളം കരുതണം. അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം കൂടുതലാണ്. സൂചികയിൽ അൾട്രാവയലറ്റ് സൂചികയിൽ 7-8 ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും പരമാവധി ശ്രദ്ധിക്കുക. തണലുള്ള ഇടങ്ങളിൽ പോയി നിന്ന് നിങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി ഗംഭീരമായി നിങ്ങൾ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ആസ്വദിച്ച് മടങ്ങി വരിക.